പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലം മുഴുവൻ പെരുമാറിയ അറേബ്യൻ മണൽ ഭൂമിയിലാണ് നിങ്ങൾ എത്തിയത്. ഇതുവരെ പ്രസംഗങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും കേൾവി മാത്രമുള്ള പുണ്യമണ്ണിൽ നിങ്ങൾ കാലുകുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മണിക്കൂറുകൾക്കകം ഹറമിലേക്ക് പോവുകയാണ്. 70 ചില്ലാനം കിലോമീറ്ററാണ് ദൂരമെങ്കിലും പരിശോധനകളെല്ലാം കഴിഞ്ഞു പോകാൻ മണിക്കൂറുകൾ എയർപോർട്ടിൽ എടുക്കുമെന്ന് ഉറപ്പാണ്. അതിലാരും തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ബസ് കയറി കഴിഞ്ഞാൽ റാഹത്തോടുകൂടി മക്കയിലേക്ക് ബസ് വിടുന്നു. ഹറമിലേക്കാണ് ബസ് നേരെ പോകുന്നത്. ഹറമിന്റെ അതിർത്തിയിലേക്ക് കടന്നാൽ അഥവാ ഹറമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് നാം പഠിക്കണം. ജിദ്ദയിൽ ഇറങ്ങുന്നതോടുകൂടി സൗദി അറേബ്യയിൽ എത്തുന്നു. ബസ്സിൽ കുറെ സഞ്ചരിച്ച് ഏകദേശം ഇനി കഅബത്തിങ്കലേക്ക് 27 കിലോമീറ്ററേ ഉള്ളൂ. അതാണ് ഹറമിന്റെ അതിർത്തി. നിശ്ചിത ദൂരപരിധിയിൽ ഒരു പ്രദേശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഹറമൻ ആമിനൻ എന്ന് ഖുർആനിൽ പറഞ്ഞ ആ ഹറമിന്റെ അതിർത്തി, ഉദാഹരണം മിനയും മറ്റുമൊക്കെ ഹറമിൽപ്പെട്ടതാണ്. അറഫ ഹറമിന്റെ പുറത്താണ്. അതുപോലെ ഒരു ഭാഗമുണ്ട് നമ്മളെല്ലാം ജാറാന എന്ന് പറയുന്ന ഉംറക്ക് പോകുന്ന ഒരു അതിർത്തിയാണ്. അത് ഹറമിന്റെ പുറത്താണ്. ഏറ്റവും അടുത്തുള്ള ഹറമിന്റെ അതിര് തൻഈം എന്ന് പറയുന്ന സ്ഥലമാണ്. മസ്ജിദ് ആയിഷ സ്ഥിതി ചെയ്യുന്ന 3-4 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. എന്നാൽ ജിദ്ദയിൽ നിന്ന് പോകുന്നവർ 27 കിലോമീറ്ററുടെ അടുത്തെത്തുമ്പോൾ ബാബു മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന മുസഹഫ് ഗേറ്റ് വലിയ കമാനമായി നമുക്ക് കാണാം. അവിടെ എത്തുന്നതോടുകൂടി ഹറമിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചു. ഓരോ അമലുകൾക്കും ലക്ഷക്കണക്കിന് പ്രതിഫലം അള്ളാഹു തരുമെന്ന് വാഗ്ദത്തം ചെയ്ത വിശുദ്ധ മണ്ണിലെത്തിയ സന്തോഷത്തോടെ അള്ളാഹുവിനോട് പറയണം, അല്ലാഹുമ്മ ജഅൽനീ ബിഹാ ഖറാറാ വർസുഖ്നീ ഫീഹാ റിസ്ഖൻ ഹലാലാ. അല്ലാഹുവേ, എനിക്ക് നീ സുഖവാസം തരണം, എനിക്ക് നീ ഹലാലായ തരണം. ദുആഓടുകൂടി ബസ് വീണ്ടും മുന്നോട്ട് നീങ്ങി മുത്തവ്വിഫിന്റെ ഓഫീസിൽ ബസ് എത്തുമ്പോൾ മക്കയിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുമ്മ ഇന്ന ഹാദൽ ഹറമ ഹറമുക വൽ ബലദ ബലദുക വൽ അംന അംനുക വൽ അബ്ദ അബ്ദുക. അല്ലാഹുവേ, ഇത് നീ പവിത്രമായി കരുതിയ വിശുദ്ധ ഭൂമിയാണ്. ഇത് നീ ആദരിച്ച വിശുദ്ധ പ്രദേശമാണ്. നിന്റെ അഭയമാണ് പടച്ചവനെ അഭയം. ഈ വിനീതനായ ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ. ജിഅ്തുക മിൻ ബിലാദിൻ ബഈദത്തിൻ ബിദുനൂബിൻ കസീറ. വിദൂര നാട്ടിൽ നിന്നും ആത്മാർത്ഥമായ തീർത്ഥാടകനായി ഞാനിതാ വന്നിരിക്കുന്നു റബ്ബേ. നിരവധി പാപഭാരങ്ങൾ ചുമന്നുകൊണ്ടാണ് ഞാൻ വന്നത്. വഅമാലിൻ സയ്യിഅ, ദുഷ്കർമ്മങ്ങൾ നിരവധി ചെയ്തു കൂട്ടിയവനാണ് ഞാൻ. അസ്അലുക മസ്അലത്തൽ മുത്തറീന ഇലൈക്. നിന്നെ വളരെ തിടുക്കത്തോടുകൂടിയാണ് ഞാൻ പ്രാപിക്കുന്നത് പടച്ചവനെ. അൽ മുഷ്ഫിഖീന മിൻ അദാബിക്, നിന്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടണമെന്ന അതിയായ മോഹം എനിക്കുണ്ട് റബ്ബേ. അൻതസ്തഖ്ബിലനി ബിമഹ്ളി അഫ്വിക്, നിന്റെ വിശാലമായ മാപ്പ് കൊണ്ട് നീ എന്നെ സ്വീകരിക്കണം റബ്ബേ. വഅൻ തുദ്ഖിലനി ഫസീഹ ജന്നതിക്, നിന്റെ പ്രവിശാലമായ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് നീ പ്രവേശനം നൽകണമേ. മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്ന ഹാദാ ഹറമുക വഹറമു റസൂലിക ഫഹറിം ലഹമി വദമി വഅദ്മി അലന്നാർ. ഇത് നിന്റെ പ്രവാചകരുടെ ഹറമാണ്, ഇത് നിന്റെ ഹറമാണ്. എന്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളെയും ഓരോ തൊലിയെയും നീ നരകത്തിൽ നിന്ന് നിഷിദ്ധമാക്കണമേ റബ്ബേ. ദുആഓടുകൂടി മക്കയിൽ, ഇത് ബസ്സിൽ നിന്നും മക്കയിൽ എത്തിയ ഉടനെയും ചൊല്ലാനുള്ള ദിക്റുകളാണ്. അതും കഴിഞ്ഞ് നാം പരിശുദ്ധ കഅബ ഷരീഫിന്റെ പരിസരത്തേക്ക് നീങ്ങുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തവ്വിഫിന്റെ അടുത്തെത്തി. നമ്മുടെ ബസ്സിൽ മുത്തവ്വിഫ് കയറി ഒരു വള തരും. മുത്തവ്വിഫിന്റെ അഡ്രസ്സും ടെലിഫോൺ നമ്പറുമുള്ള. ഇതൊരു കാരണവശാലും നഷ്ടപ്പെടരുത്. അങ്ങനെ റൂം കാണിച്ചു തരും. റൂമിലേക്ക് ബസ് പോകും. നമുക്ക് നിശ്ചയിച്ച റൂമിൽ, പ്രൈവറ്റ് സെക്ടറിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണോ പോകുന്നത് അവർ സംവിധാനിച്ച റൂം സൗകര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഗവൺമെന്റിന്റെ കീഴിൽ പോകുന്നവർക്ക് ഉദാരമായ ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഉള്ളതിൽ തൃപ്തിപ്പെടുക. അൽഹംദുലില്ലാ. ശരി, റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് ഇനി ഏറെ വൈകാതെ നമുക്ക് പരിശുദ്ധ കഅബ ഷരീഫിന്റെ മുറ്റത്തേക്ക് പോകാം. കാരണം ജീവിതത്തിലെ സാക്ഷാത്കാരമാണ്, ജീവിതത്തിലെ അനുഭൂതിയാണ്, ജീവിതത്തിലെ അഭിലാഷമാണ്, ജീവിതത്തിലെ മോഹമാണ്. ചെറുപ്പകാലം മുതൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഉസല്ലി ഫർളുഹുരി എന്ന് പറഞ്ഞ് മുത്തവജ്ജിഹൻ ഇലൽ കഅബത്തി, പുണ്യ കഅബയുടെ ദിശയിലേക്ക് ഞാനിതാ മുന്നിടുന്നു. ആ കഅബ ഭവനം നമ്മുടെ
കൈയെത്തുന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. റൂമിൽ നിന്ന് തന്നെ വുളു ചെയ്യലാണ് നല്ലത്. ആദ്യത്തെ പോക്കല്ലേ. അവിടെ ഹറമിന്റെ മുറ്റത്തുള്ള വലിയ ബാത്റൂം സൗകര്യങ്ങളൊന്നും കണ്ടെത്താൻ പെട്ടെന്ന് നമുക്ക് കഴിയില്ലല്ലോ. റൂമിൽ വെച്ച് തന്നെ വുളു എടുക്കാം. മുടി മുഴുവൻ തടവി പുരുഷന്മാർ സുന്നത്തുകളൊക്കെ പാലിച്ചു വുളു എടുക്കുക. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ നിയമവും ഞാൻ മാനിച്ചു വുളു ചെയ്യുന്നു എന്ന ബോധം നിലനിർത്തുക. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടുപോയാലും വുളു മുറിയാതിരിക്കാൻ അത് നല്ലതാണ്. വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. സ്ത്രീകളും വുളു എടുക്കുമ്പോൾ ശരീരഭാഗങ്ങളൊക്കെ വളരെ കണിശമായി ശ്രദ്ധിച്ച് അവസാനം മക്കന ധരിച്ച് എല്ലാ മുടിയും ശരീരത്തിൽ കാണത്തക്ക രീതിയിലുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചു വെച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ റൂമിൽ നിന്ന് നമുക്ക് ആദ്യമായി കഅബം കാണാൻ ഇറങ്ങാം. കഅബം കാണാൻ ഇറങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ താമസ സ്ഥലം കണ്ടുവെക്കണം. നല്ല അടയാളം നോക്കി വെക്കണം. റോഡിന്റെ അടുത്ത് നിർത്തിയിട്ട ബസ്സും കാറും അടയാളം വെച്ചാൽ പറ്റില്ല. നാം തിരിച്ചു വരുമ്പോഴേക്ക് അത് അതിന്റെ വഴിക്ക് പോകും. നല്ല ബോർഡും എഴുത്തുകളും റോഡും പേരും ഒക്കെ കണ്ടുപിടിച്ച് കയ്യിലുള്ള സാധനങ്ങൾ പരമാവധി ചുരുക്കുക. നമ്മുടെ ഒരു ഗൈഡ് ഹജ്ജിന്റെ ഉംറയുടെ ദിക്റുകൾ വിവരിക്കുന്ന ഒരു ചെറിയ പുസ്തകമോ മറ്റോ കയ്യിൽ കരുതാൻ വേണമെങ്കിൽ അതൊന്നും അത്യാവശ്യമല്ല. പരമാവധി തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുരക്ഷിതത്വമാണ് പ്രധാനം. വഴിയെല്ലാം റെഡിയാക്കി വുളുവോടുകൂടെ നമുക്ക് പോകാം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. സുഹൃത്തുക്കളെ, കഅബ ഷരീഫിന്റെ മുറ്റത്ത് വെച്ച് നിരവധി അംബിയാ മുർസലുകൾ നിർവഹിച്ച തൽബിയത്ത്, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച തൽബിയത്ത്, 1,00,000 സഹാബാക്കൾ ഹജ്ജത്തുൽ വിദായിൽ നിർവഹിച്ച തൽബിയത്ത്, അവിടം മുതൽ ഇന്ന് വരെയുള്ള സ്വാലിഹീങ്ങൾ നിർവഹിച്ച തൽബിയത്ത്, അത് ഉറക്കെ ചൊല്ലുകയാണ്. ആത്മാർത്ഥമായി ഖൽബ് മടങ്ങുകയാണ്. ഈമാൻ ലവലേശമുള്ള മനുഷ്യന്റെ രോമം എടുത്തു പിടിച്ച് കണ്ണീർ കണങ്ങൾ ഒലിച്ച് ചാടുന്ന സമയമാണ് ഇൻഷാ അല്ലാഹ്. നേരെ പോകേണ്ടത് ബാബുൽ മലിക് അബ്ദുൽ അസീസിൽ നിന്നും വലതു ഭാഗത്തേക്ക് പോയാൽ സഫാ മറുവയുടെ ക്രോസിംഗിന്റെ സെന്ററിലായി സ്ഥിതി ചെയ്യുന്ന ബാബുസലാം എന്ന ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ നേരെ ആയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ ഷരീഫിലേക്ക് പ്രവേശിച്ചത്. ആ വഴിയാണ് നമുക്കും സുന്നത്ത്. ദൂരം വളരെ കൂടുതൽ ഉണ്ടാകുന്നവർക്ക് വേണമെങ്കിൽ അത് ഉപേക്ഷിക്കാം. ഏതായാലും കഅബയിലേക്ക് അഥവാ മസ്ജിദുൽ ഹറാമിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുക. പിന്നെയാണ് കഅബം കാണുക. അപ്പോൾ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുമ്പോഴാണ് ബാബുസലാം. അല്ലാഹുമ്മ അന്തസ്സലാമു വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനൽ ജന്നത ദാറക ദാറസ്സലാം തബാറക്ത വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം اللهم افتح لي ابواب رحمتك ومغفرتك وادخلني فيها بسم الله والحمد لله والصلاه والسلام على رسول الله صلى الله عليه وسلم. വലത് കാലും വെച്ച് മസ്ജിദുൽ ഹറാമിലേക്ക് നാം കടക്കുന്നു. ബാബുസലാം ആകട്ടെ വേറെ ഏത് ഗേറ്റിലൂടെയും കടക്കാം. 10-70 ഗേറ്റുകളുണ്ട്. എല്ലാ ഗേറ്റുകൾക്കും നമ്പറുണ്ട്. നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ കെട്ടിടത്തിന്റെ ഭാഗത്തുള്ള ഗേറ്റ് വാതിലിന്റെ നമ്പർ നേരത്തെ നിർണയിച്ച് കണ്ടുവെച്ച് മനപ്പാടമാക്കി വെക്കണം. ചെരുപ്പ് കയ്യിൽ വെക്കാം. കയ്യിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തെ വുളു ചെയ്യുമ്പോൾ തന്നെ നജസിൽ നിന്നും വൃത്തിയായി കഴുകി ശുദ്ധിയാക്കാൻ ഉത്സാഹിക്കണം. അങ്ങനെ നമുക്ക് പള്ളിയിലേക്ക് കടക്കാം. ആദ്യമായി മസ്ജിദുൽ ഹറാമിൽ കടന്നു. വിശാലമായ പള്ളിയാണ്. ചരിത്രത്തിലെ തന്നെ ഇതിഹാസമാണ് മസ്ജിദുൽ ഹറാം. ആ പരിശുദ്ധ കഅബ ഷരീഫിന്റെ പരിസരത്തും അതുപോലെ മദീന ഷരീഫിലെ മസ്ജിദുൽ നബവിയും തൗസിഅത്തുൽ ഹറമിൻ നബവി വ തൗസിഅത്തുൽ ഹറമിൽ മക്കി എന്തൊരു സൗകര്യമാണ്. വലിയ പ്രൗഢമായ കെട്ടിടങ്ങളായി ഹാജിമാർക്ക് മുഴുവൻ സൗകര്യമൊരുക്കിയിരിക്കുന്നു. ഇരിക്കട്ടെ, നമുക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു. ഇപ്പോൾ തഹിയ്യത്ത് നിസ്കാരമില്ല. കാരണം ആദ്യമായി കഅബ ഷരീഫിലേക്ക് എത്തുന്നവർക്ക് ആദ്യമായി ചെയ്യാനുള്ളത് തവാഫാണ്. പള്ളിയിലേക്ക് കടന്നാൽ തഹിയ്യത്ത് പോലെ കഅബയുടെ മുറ്റത്തേക്ക് എത്തിയാൽ ആദ്യമായി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യമായി തന്നെ തവാഫാണ്. കഅബയുടെ ചരിത്രം വലുതാണ്, വിശദമായി പറയാൻ വയ്യ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഭൂമിയിലെ ആദ്യത്തെ ഭവനമാണ് കഅബ ഷരീഫ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലായികത്തുൽ കിറാമാണ് ആദ്യമായി കഅബയുടെ നിർമ്മാണം നിർവഹിച്ചത് എന്നാണ് ഇസ്ലാമിക ചരിത്രം. ബനാ ബൈത റബ്ബിൽ അർശി അശ്റും ഫഖുൽഹുമു മലായികത്തുല്ലാഹിൽ കിറാമു വആദമു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഭവനമായ കഅബ
നിർമ്മിച്ചവർ 10 വിഭാഗങ്ങളെ ചരിത്രം എടുത്തു പറയുന്നുണ്ട്. ഒന്ന് മലായികത്തുൽ കിറാം, പിന്നീട് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ഫശീസും ഫഇബ്രാഹീമു സുമ്മ മാലികു ഖുസയ്യുൻ ഖുറൈശുൻ ഖബ്ല ഹാദൈനി ജുർഹുമു. പിന്നീട് ശീശു അലൈഹിസ്സലാം പുതുക്കിപ്പണിതു. പിന്നീട് അതിപ്രസിദ്ധമായ പുനർനിർമ്മാണം നടത്തിയത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. പിന്നീട് അമാലിഖ് എന്ന വർഗം പുനർനിർമ്മിച്ചു. പിന്നീട് ഖുസയ്യ്, പിന്നീട് ഖുറൈശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 35 വയസ്സുള്ള സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ് തിരുനബിയുടെ മധ്യസ്ഥ പ്രകാരമാണല്ലോ പണിതെന്ന് നമുക്കറിയാം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കാലശേഷം കഅബ ഷരീഫിനെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അഥവാ പഴയ നിർമ്മാണ സ്ഥാനത്താണെങ്കിലും കെട്ടിടം പുനർനിർമ്മിച്ചിട്ടുണ്ട്. വഅബ്ദുൽ ഇലാഹി ഇബ്നു സുബൈരി ബനാകദ ബിനാഅൻ ലിഹജ്ജാജിൻ വഹാദാ മുതമ്മിമു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പുതുക്കി പണിതു. അതിനുശേഷം ഹജ്ജാജ് ഇബ്നു യൂസുഫ് അധികാരി പുതുക്കി പണിതു. പിന്നീട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ പുനർനിർമ്മാണം പൂർണ്ണമായി നടത്തിയിട്ടില്ലെങ്കിലും അതിന്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. അതൊന്നുമല്ല വിഷയം. അല്ലാഹു തആല മനുഷ്യ വംശത്തിന് ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി ഉണ്ടാക്കി തന്ന ഏറ്റവും അനുഗ്രഹമുള്ള കെട്ടിടം, ഏറ്റവും അനുഗ്രഹമുള്ള ഭവനം, അത് കരിങ്കല്ല് കൊണ്ടുള്ള കെട്ടിടമാണ്. അതാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇലാഹ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വാസമുള്ള തൗഹീദിന്റെ മുസ്ലിമീങ്ങൾ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് കൊണ്ടല്ല, അത് അല്ലാഹു തആലക്ക് അനുസരിക്കലാണ്, അത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഅബ ഷരീഫ് നമ്മുടെ ദൃഷ്ടിയിലേക്ക് വരികയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കഅബ ഷരീഫ് നാളെ മഹ്ശറിൽ അല്ലാഹുവിങ്കൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ വാദിക്കും. ഇഖ്ലാസോടുകൂടി തവാഫ് ചെയ്യാനെത്തിയ, ഹജ്ജിന് വന്ന, ഉംറക്ക് വന്ന മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ തഖ്തസിമുൽ കഅബ, കഅബ ഷരീഫ് അല്ലാഹുവിനോട് വാദിക്കും. ഈമാനോടുകൂടി കഅബയെ തവാഫ് ചെയ്ത ഒരൊറ്റ കുട്ടിയെയും നരകത്തിലേക്ക് കടത്താൻ കഅബ ഷരീഫ് അനുവദിക്കുകയില്ല. അല്ലാഹു കഅബ ഷരീഫിന്റെ ശഫാഅത്ത് സ്വീകരിക്കും. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മളെ കൂട്ടിത്തരട്ടെ. കറുത്ത കില്ല പുതച്ച് കോടാനുകോടി മലായികത്തിന്റെ തവാഫിനും മുഅ്മിനീങ്ങളുടെ തവാഫിനും വിധേയമായ അല്ലാഹുവിന്റെ ഭവനം. സുഹൃത്തുക്കളെ, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ കഅബ ഷരീഫിന്റെ വസ്തുനിഷ്ഠമായ ചരിത്രം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തെ പുനർനിർമ്മിക്കുന്ന ചരിത്രവും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കഅബാലയത്തിന്റെ യഥാർത്ഥ സ്ഥാനത്തെ ഇബ്രാഹിം നബിക്ക് നാം കാണിച്ചു കൊടുത്തു. അതെ, ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജർ അലൈഹസ്സലാം അവരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോൾ തന്നെ കഅബ ഷരീഫിന്റെ അടയാളങ്ങളും അവശിഷ്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പവിത്രമായ ഭവനത്തിന്റെ പരിസരത്ത് ഞാൻ എന്റെ ഭാര്യ മക്കളെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ അല്പം പ്രായമെത്തി യുവാവായപ്പോൾ മകന്റെ സഹായത്തോടുകൂടി രണ്ടുപേരും കൂടിയാണ് നിർവഹിക്കുന്നത്. ഖുർആൻ ആ ഭാഗം പറയുന്നുണ്ട്. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബാലയത്തിന്റെ ഏറ്റവും പുണ്യകർമ്മം പൂർത്തിയാക്കി കൂട്ടുപ്രാർത്ഥന നടത്തിയത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു കല്ലുമ്മേൽ കയറി ഓരോ കല്ലുകളും ബാപ്പാക്ക് എടുത്തു കൊടുക്കുകയാണ്. നിർമ്മാണത്തിൽ ചുവരുകൾ വളരെ ഉയർന്നപ്പോൾ യുവാവായ മകൻ കല്ലെടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ ഇറങ്ങി വരുന്നതും വിഷമമാണ്. അപ്പോഴാണ് അല്ലാഹു തആല
അത്ഭുതകരമായ ഒരു മുഅ്ജിസത്ത് അവിടെ സ്ഥാപിച്ചത്. ഒരു കല്ലിന്മേൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിൽക്കുന്നു. അത് ആവശ്യാനുസരണം താഴുകയും പൊന്തുകയും ചെയ്തു എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ളത്. അതാണ് പരിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന കല്ല് ആ പദത്തിന്റെ അർത്ഥം തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദമുദ്രകൾ ആ കരിങ്കല്ലിന്മേൽ പതിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, അത് അടുത്ത കാലം വരെ അത് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു സംവിധാനിച്ചത്. ഇന്ന് കഅബയുടെ മുറ്റത്ത് തന്നെ വെച്ചിരിക്കുന്ന മഖാമു ഇബ്രാഹിം ആളുകളുടെ തിക്കും തിരക്കും ബാധിക്കാതിരിക്കാൻ വേണ്ടി നല്ല സ്ഫടിക സമാനമായ കെട്ടിനകത്താണ്. എത്ര ശ്രദ്ധിച്ചു നോക്കിയാൽ, വളരെ അടുത്തു നിന്ന് നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദമുദ്രകൾ കാണാവുന്നതാണ്. ഏതാവട്ടെ, അല്ലാഹു തആല ഒരത്ഭുതം സ്ഥാപിച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാത്മാവുമായി ബന്ധപ്പെട്ട കഅബാലയം, ഹജറു ഇസ്മായില്, അതുപോലെ ഹിജ്റു ഇസ്മായില്, മഖാമി ഇബ്രാഹിം, സംസം, സഫാ മർവ, അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കളോട് മഹാത്മാക്കളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ചരിത്ര സ്മാരകങ്ങളിൽ നിന്നും നിഷേധിക്കാനോ ബഹുമാനിക്കാതിരിക്കാനോ ഒരിക്കലും ഒരു മുസ്ലിമിന് സാധ്യമല്ല. ഏതെങ്കിലും ഒരു മഹാത്മാവിനെ ഒരു ഇബാദത്തിൽ കരുതുന്നത് കൊണ്ടോ മനസ്സിൽ ഓർക്കുന്നത് കൊണ്ടോ യാതൊരു അപാകതയുമില്ല. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും മഹാത്മാക്കളെ ഓർക്കാനോ പറയാനോ പാടില്ല എന്നൊരിക്കലുമില്ല. അതുകൊണ്ടല്ല ഖുർആൻ പറഞ്ഞത്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്നു എന്ന മഖാമി ഇബ്രാഹിം എന്ന കല്ല്, അതിന്റെ പുറകിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കുകയും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോഴവിടെയൊന്നും ഷിർക്കിന്റെ ബഹുദൈവത്വത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഹജറുൽ അസ്വദ് ശിലയാണ്. കഅബ ഷരീഫ് മുഴുവൻ കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. അത് തവാഫ് ചെയ്യാം, പക്ഷേ ഹജറുൽ അസ്വദിന് സ്വന്തമായ ഒരു കഴിവുമില്ല. കഅബ ഷരീഫ് എന്ന കെട്ടിടം അത് അള്ളാഹു ആദരിച്ചതാണ്. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹ്, അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക. അള്ളാഹു ആദരിച്ചവരെ അംബിയ, മുർസലുകൾ, ഔലിയാക്കൾ, അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അവരുടെ കേന്ദ്രങ്ങൾ, അതിനെയൊക്കെ ബഹുമാനിക്കുന്നത് ഇസ്ലാമിക ഷിആറുകളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അത് അവർക്കുള്ള ഇബാദത്തല്ല. ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കുന്നത് ഹജറുൽ അസ്വദിന് ചെയ്യുന്ന ഇബാദത്തല്ല. മഖാമി ഇബ്രാഹിമിനെ ബഹുമാനിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല. ഇവിടെ ഇലാഹ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദുള്ള ഒരു മുസ്ലിം ഇത്തരം ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൽ ശിർക്ക് വരുന്ന പ്രശ്നം വരികയില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇത് ഞാൻ പറയാനുള്ള കാരണം, മഹാന്മാരുമായും മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട് ആദരവിന്റെയും ബറക്കത്തിന്റെയും ചില വിഷയങ്ങളിൽ സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ നാളിതുവരെ തുടർന്നു പോന്നിട്ടുള്ളതാണ്. അത്തരം ബഹുമാന ബന്ധങ്ങളെയും ആദരവുകളെയും എല്ലാം ഇസ്ലാമിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പുതിയ വ്യാഖ്യാനം അടുത്ത കാലത്തായി ചില സുഹൃത്തുക്കൾ നടത്തുന്നുണ്ട്. അതൊന്നും ഇസ്ലാമിന്റെ മൗലിക തത്വത്തോട് യോജിക്കാൻ എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ ഷരീഫിനെ, അതിന്റെ പരിസരത്തുള്ള ഭാഗങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഏകദേശം നമുക്കതിനൊന്ന് മനസ്സിലാക്കാം. മസ്ജിദുൽ ഹറാമിലേക്ക് നമ്മൾ കയറി. അങ്ങനെ പള്ളിയിൽ നിന്ന് തന്നെ നടന്ന് പിന്നെ ഒരു പ്രത്യേക സ്റ്റെപ്പ് ഇറങ്ങിയാൽ തവാഫ് ചെയ്യുന്ന സ്ഥലത്തെത്തി. പിന്നെയാണ് കഅബ ഷരീഫ്. അതിന്റെ കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദിനെ സ്ഥാപിച്ചിട്ടുള്ളത്. ഏകദേശം ഒരാളുടെ ഉയരത്തിൽ നമുക്ക് കൈപിടിച്ച് ചുംബിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഹജറുൽ അസ്വദ്. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകമായ അത്ഭുതമുള്ള കല്ലാണ്. അഥവാ അല്ലാഹു തആല ആദരിച്ച് അതിനെ ചുംബിക്കുന്നത് സുന്നത്താണെന്ന് പഠിപ്പിച്ച, അഥവാ നെറ്റിയും മുഖവും വെച്ച് ചുംബിക്കൽ സുന്നത്തുള്ള ഹജറുൽ അസ്വദ് എന്ന ശില. തൊട്ടടുത്തായി കഅബ ഷരീഫിന്റെ വാതിൽ കാണാം. ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടക്കുള്ള സ്ഥലമാണ് അൽ മുൽതസം. ദുആ ചെയ്യുന്നവരൊക്കെ അവിടെയാണ് പറ്റിക്കൂടുക. കാരണം ദുആക്ക് ഉത്തരം കിട്ടുന്ന സുപ്രധാന സ്ഥലമാണ് അവിടെ. തവാഫ് ചെയ്യുന്നതിന് ഇടക്ക് മുൽതസമിൽ പോയി ദുആ ചെയ്യേണ്ടതില്ല. അത് തവാഫ് പൂർത്തിയാക്കിയ ശേഷമോ അതിന്റെ മുമ്പോ നമുക്ക് അവിടെ ചെന്ന് ദുആരക്കാം. അതുപോലെ മഖാമു ഇബ്രാഹിം,
ഹജറുൽ അസ്വദിന്റെ ഏകദേശം അടുത്തു തന്നെയുള്ള മഖാം ഇബ്രാഹിം. അതുപോലെ കഅബ ഷരീഫിലെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. അതിന്റെ മുമ്പുള്ള മൂലയാണ് റുക്നുൽ യമാനി. അത് മുഖം വെച്ച് ചുംബിക്കേണ്ടതില്ല, കൈ തടവി കൈ ചുംബിക്കുകയോ കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് ചുംബിക്കുകയോ ചെയ്യുക. അതുപോലെ കഅബ ഷരീഫിന്റെ മുൽത്തസമും മഖാം ഇബ്രാഹിമും കഴിഞ്ഞ് പിന്നെ നാം കാണുന്ന മൂല കഴിഞ്ഞാൽ മീസാബ് എന്ന സ്വർണപ്പാത്തി കാണാം. സ്വർണപ്പാത്തി കഅബ ഷരീഫിന്റെ മുകളിൽ നിന്നുള്ള വെള്ളവും മറ്റും പുറത്തേക്ക് പോകാൻ വേണ്ടി വെച്ചതാണ്. അത് മീസാബ് എന്നറിയപ്പെടും. അതിന്റെ താഴെ നിന്നുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് മഖാം ഇബ്രാഹിമും കഴിഞ്ഞ് മുന്നോട്ട് വന്ന് മീസാബിന്റെ അടുത്ത് നാം ചുവർക്കെട്ടുകൾ കാണാം. അതിന് ഹിജ്ർ ഇസ്മായിൽ എന്നാണ് പേര്. സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിടവും അവിടെയാണെന്ന് താരീഖ് മക്കയിലും മറ്റുമൊക്കെ റിപ്പോർട്ടുകൾ കാണാം. ഹിജ്ർ ഇസ്മായിൽ അതിന് അകത്ത് യഥാർത്ഥത്തിൽ കഅബ ഷരീഫിന്റെ തത്വമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച കഅബയിൽ ആ ഭാഗവും കൂടി ഉൾപ്പെട്ടിരുന്നു. പിന്നീട് ഖുറൈശികൾ പുതുക്കി പണിതപ്പോൾ വിവിധ കാരണങ്ങളാൽ അവർ ചെറുതാക്കുകയായിരുന്നു. ആ കാരണത്താൽ അത് കഅബയാണ് തത്വത്തിൽ. അതിനകത്തുകൂടി തവാഫ് ക്രോസ് ചെയ്തു പോയാൽ തവാഫ് സഹീഹാവുകയില്ലെന്ന് മാത്രമല്ല അത് പാടില്ല. അതുപോലെ അതിനകത്ത് നമുക്ക് ഒഴിവുള്ള സമയത്ത് കയറാം, നിസ്കരിക്കാം. കഅബക്കകത്ത് നിസ്കരിക്കുന്നത് പോലുള്ള പുണ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇന്ന് മയ്യിത്തൊക്കെ കൊണ്ടുവെക്കുന്നത്, നിസ്കാരത്തിന് ശേഷം മയ്യിത്ത് നിസ്കാരം നടക്കും, ജനാസകൾ കൊണ്ടുവെക്കുന്നത് മിക്കവാറും ആ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിലാണ്, ആ കെട്ടിന്റെ ഉള്ളിൽ. എന്ന് പറഞ്ഞാൽ കഅബ ഷരീഫിന്റെ ഉള്ളിലാണ് മയ്യിത്ത് വെക്കുന്നത് എന്നർത്ഥം. അവിടെ മരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ്. ശരി, ഇത്രയും സ്ഥലങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയത് എന്തിനാണ്? നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ. ഏകദേശം മത്വാഫിൽ തന്നെയുള്ള വലിയ ഒരു കേന്ദ്രമാണ് മാഉ സംസം, ബിഉറു സംസം. ഇന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. സ്ത്രീകൾക്ക് പ്രത്യേക സെക്ഷൻ, പുരുഷന്മാർക്ക് പ്രത്യേക സെക്ഷൻ. 5-8 കോവണി പടികൾ ഇറങ്ങി താഴോട്ടെത്തിയാൽ വിശാലമായ ഹാളിൽ നമുക്ക് കാണാം ബിഉറു സംസം. അത് അനുഗ്രഹത്തിന്റെ ഉറവയാണ്. ഇത്രയും സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ കഅബ ഷരീഫ് കാണുകയാണ്. മസ്ജിദുൽ ഹറാമിലേക്ക് വലതുകാല് വെച്ച് അല്ലാഹുമ്മ അൻതസ്സലാം എന്ന് ചൊല്ലി കടന്നു എന്ന്. അപ്പോഴൊന്നും കഅബ ഷരീഫ് വെറുതെ നമ്മൾ തിരക്ക് കൂട്ടി കാണാൻ ഒരുങ്ങരുത്. തീർത്തും ദൃഷ്ടിയിൽ പെടുന്ന ഒരു പ്രത്യേക പോയിന്റിൽ അങ്ങോട്ട് എത്തുന്ന സന്ദർഭത്തിൽ കഅബ ഷരീഫിനെ നമ്മൾ കാണുന്നു. ആ സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഏറ്റവും നല്ല ദുആ. അത് പലർക്കും അറിയില്ല. അവിടെ കിതാബൊന്നും എടുക്കാതെ മനസ്സറിഞ്ഞ് പൊട്ടിക്കരയേണ്ട ദുആ ആണ്. കഅബം ദൃഷ്ടിയിൽ സന്ദർഭത്തിലുള്ള ദുആ സുനിശ്ചിതമായി ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ പാസ്വേഡ്, നമ്മുടെ സീക്രട്ട് കോഡ്, നമ്മുടെ കലിമത്തു ഷഹാദ കഅബ ഷരീഫിനെ കാണുന്ന ആദ്യ സമയത്ത് നമ്മൾ പ്രഖ്യാപിക്കുക. അതിനുശേഷം നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അഊദു ബിറബ്ബിൽ ബൈത്തി മിനൽ കുഫ്രി വൽ ഫഖ്രി വമിൻ അദാബിൽ ഖബ്രി വളിഖിസ് സദ്ർ അല്ലാഹുമ്മ സിദ് ബൈതക തശ്രീഫൻ وتكريما وتعظيما ومهابة ورفعة وبرا وزد يا رب من شرفه وكرمه فعظمه ممن حجه أو اعتمره تشريفا وتكريما وتعظيما ومهابة ورفعة وبرا എന്ന് തുടങ്ങിയ ദുആ. ശരി, അതൊന്നും കാണാതെ അറിയാത്തവർ മനസ്സുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ചൊല്ലുക, അറിയുന്ന ദിക്റുകൾ ചൊല്ലുക. പടച്ചവനെ, ഈ സമയത്ത് എന്റെ ദോഷങ്ങൾ പുറത്തു തരണമേ, എനിക്ക് സ്വർഗം ഉറപ്പ് തരണമേ. എന്നോട് ദുആക്ക് വസിയത്ത് ചെയ്തവർ, എനിക്ക് ഹജ്ജിന്റെ വിവരങ്ങൾ പഠിപ്പിച്ചു തന്നവർ, എന്നെ സഹായിച്ചു തന്നവർ, എന്റെ ഉസ്താദുമാർ, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണമേ റബ്ബേ എന്ന ദുആ മനസ്സറിഞ്ഞ് പരലോകത്തിന് മുൻതൂക്കം കൊടുത്ത് ദുനിയാവിന്റെ കാര്യവും ചോദിച്ച് അവസാനം പറയണം, പടച്ച റബ്ബേ, ഈ ചോദ്യം മുതൽ ഇനി അങ്ങോട്ട് ഞാൻ തിരിച്ചു പോകുന്നത് വരെ എന്റെ ദുആഇനെ നീ സ്വീകരിക്കണമേ റബ്ബേ. ഇങ്ങനെ ദുആ ചെയ്താൽ ആദ്യത്തെ ദുആ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇതേ പാസ്വേഡിൽ, ഇതേ PNR-ൽ ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ദുആ ഒക്കെ അല്ലാഹു തആല കൺഫേം ആക്കി തരും. ഇജാബത്തുള്ള അഹ്ലുകാരിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തി തരട്ടെ. കഅബ ശരീഫിട്ട് സന്തോഷത്തോടെ നമുക്ക് തവാഫ് ചെയ്യാൻ ആരംഭിക്കാം. ഇനി തവാഫും സഅയും ചെയ്ത് മുടിയെടുത്താൽ നമ്മുടെ ഉംറയുടെ അമൽ പൂർത്തിയാവുകയാണ് സുഹൃത്തുക്കളെ. കഅബ ശരീഫ് മനം നിറയെ നാം കണ്ടു. അല്ലാഹു തആലയോട് ഹൃദയം തുറന്ന് ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇതൊരു സാക്ഷാത്കാരമാണ്. ഈമാൻ ലവലേശമുള്ള ആളുകളുടെ രോമം എടുത്തു പിടിക്കുന്ന
വികാര വിജൃംഭിതമായ രംഗമാണ് കഅബ ഷരീഫ് ആദ്യമായി ദൃഷ്ടിയിൽപ്പെടുന്ന രംഗം. ഇപ്പോൾ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുപോലെ ഹജ്ജിന്റെ കാര്യങ്ങൾ, തവാഫ്, മഖാം ഇബ്രാഹിം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബേജാറുണ്ടാകും. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോഴേക്ക് അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നാം കഅബ ഷരീഫിലേക്ക് എത്തി. ഇനി നമുക്ക് തവാഫ് ആരംഭിക്കണം. കഅബ ഷരീഫിൽ അടുത്തെത്തിയാൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തവാഫ്. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. വലിയ അശുദ്ധി ഉള്ള സമയത്ത് അഥവാ മെൻസസ് പീരീഡിലോ ചെയ്യാൻ പാടില്ല. ചെറിയ അശുദ്ധി അഥവാ വുളു ഇല്ലാതെയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ മെൻസസ് പീരീഡിലാണ് സ്ത്രീകൾ അവിടെ എത്തിയതെങ്കിൽ ഹൈദ് തീർന്ന് ശുദ്ധിയാകുന്നത് വരെ കാത്തിരിക്കണം. നമുക്ക് പോകാം. തവാഫിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ ഉണ്ട്, 70 തവാഫ് ഒരാൾ പൂർത്തിയാക്കിയാൽ, അഥവാ ഒരു തവാഫ് എന്ന് നാം പറയുന്നത് 7 റൗണ്ട് കഅബ ഷരീഫെ ചുറ്റുന്നതിനാണ്. അപ്പോൾ 70 തവാഫ് ഒരാൾ പൂർത്തിയാക്കിയാൽ അവരുടെ ശരീരത്തെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. അല്ലാഹു തആല അതിലേക്ക് നമ്മളെ ഉയർത്തട്ടെ. അതുകൊണ്ട് ഒഴിവ് വേളകളിൽ ആരോഗ്യത്തിന്റെ അവസ്ഥകൾ പരിപാലിച്ചുകൊണ്ട് തവാഫ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. കഅബ ഷരീഫിനെ നോക്കി നിൽക്കൽ സുന്നത്താണ്. തവാഫ് ചെയ്യൽ പിന്നെയും വലിയ സുന്നത്താണ്. അതിൽ ദിക്റുകളും ദുആകളും പിന്നെയും സുന്നത്താണ്. ഖുശൂ എത്രത്തോളം വർദ്ധിക്കുന്നതോ അതോടുകൂടി ക്വാളിറ്റി എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിങ്കലേക്കായി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിന്റെ മുമ്പിലെത്തി സ്വർഗം ചോദിക്കാൻ കിട്ടുന്ന ആ സന്ദർഭം പരലോകവും ദുനിയാവും നമ്മൾ ചോദിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതാണ് നാം മനസ്സുകൊണ്ടും നാവുകൊണ്ടും ചൊല്ലേണ്ട ഏറ്റവും വലിയ ദിക്ർ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദുആ ആണ്. ഇതെല്ലാവർക്കും കാണാതെ അറിയാം. കിതാബുകളിലൊക്കെ നോക്കി, ചില ആളുകൾക്ക് നോക്കി വായിക്കാനും അറിയില്ല. നോക്കി ചൊല്ലിയാൽ തന്നെ 100 കണക്കിന് തെറ്റും വരും. അത്തരക്കാർക്കൊക്കെ ഏറ്റവും നല്ലത് മനസ്സുകൊണ്ട് അറിയാവുന്ന ദിക്ർ ദുആകൾ, അത് മലയാളത്തിലായാലും മതി, റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. ഈ ഹജ്ജിന് ഒരു പ്രത്യേകത എന്താണെന്നറിയാം നിങ്ങൾ? വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഹമലുകൾ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ നിർബന്ധമായും ചൊല്ലിയിരിക്കണമെന്ന് പറഞ്ഞ ഒരൊറ്റ ദിക്റും ഇല്ല. ഇത് കേട്ടപ്പോഴാണ് മുമ്പൊരു ഹാജി സമാധാനത്തോടുകൂടി നെടുവീർപ്പിട്ട് പറഞ്ഞത്, ഉസ്താദിനൊരു ചായ വാങ്ങിത്തരാം. കാരണം അദ്ദേഹത്തിന് വലിയ ബേജാറായിരുന്നു ദിക്റും ദുആവും ഒക്കെ ചൊല്ലൽ എങ്ങനെയാണ്. ഇത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിർബന്ധമായി ദിക്ർ ദുആവ് വേണ്ട എന്നേ ഉള്ളൂ. സുന്നത്തായ ദിക്റുകൾ സ്വാലിഹീങ്ങൾ നടത്തിയ, സഹാബാക്കൾ നടത്തിയ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ദിക്റുകൾ, അതാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക. അറിയാവുന്നതൊക്കെ കാണാതെ പഠിക്കുക. തവാഫ് വർദ്ധിപ്പിക്കുക. തവാഫ് വളരെ സിമ്പിളാണ്. ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത്, ഹജറുൽ അസ്വദിന്റെ മൂലക്ക് നേരെ കറക്റ്റായി നിന്ന് കൈ പൊന്തിച്ച് പിടിച്ച് അല്ലാഹു തആലാക്ക് വേണ്ടി തവാഫ് ചെയ്യാൻ ഞാൻ കരുതി എന്ന് നാവുകൊണ്ട് പറയാം, മനസ്സിൽ ഉറപ്പിക്കാം. ഉംറയുടെ തവാഫ് ഞാൻ ചെയ്യാൻ കരുതി എന്ന് ഉംറയുടെ തവാഫ് ചെയ്യുമ്പോൾ, അതല്ല നേർച്ചയുടെ തവാഫ്, അഥവാ ഞാൻ ഒരു തവാഫ് ചെയ്യാൻ നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ നേർച്ചയുടെ തവാഫ്, അപ്പോൾ ഫർളാണ്, ചെയ്തു വീട്ടിൽ നിർബന്ധമാണ്, അതിന് മാത്രം പ്രതിഫലവും കിട്ടും. അതുപോലെ മുത്ലഖായ തവാഫ്, അഥവാ ഹജ്ജിന്റെ തവാഫും അല്ല ഉംറയുടെ തവാഫും അല്ല, എന്നാ പിന്നെ അതിന്റെ പേര് മുത്ലഖായ തവാഫ്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി തവാഫ് ചെയ്യാൻ കരുതി എന്ന് പറഞ്ഞ് കൈ പൊന്തിക്കുക. കൈ വീണ്ടും മുഖത്തേക്ക് തന്നെ വെച്ച് ചുംബിക്കുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. തുടർന്ന് പരിപൂർണമായും ശരീരം തിരിച്ച് കഅബ ഷരീഫിനെ ഇടത് ഭാഗത്താക്കി നേരെ കഅബ പ്രദക്ഷിണം ചെയ്യുക. കഅബ ഷരീഫ് ഇടത് ഭാഗത്തായിരിക്കണം. നെഞ്ച് കഅബ ഷരീഫിലേക്ക് നീർത്തിക്കൊണ്ട് നടക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിൽക്കുന്ന സന്ദർഭത്തിൽ ഓക്കെ, പക്ഷെ അവിടെ നിന്ന് തന്നെ ഹജറുൽ കഅബ ഷരീഫ് ഇടത് ഭാഗത്തേക്കാക്കി തിരിയാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഒരു റൗണ്ട് പൂർത്തിയാക്കി ഹജറുൽ അസ്വദിന്റെ നേരെ എത്തുമ്പോൾ ഒരു റൗണ്ടായി, ഒരു തവാഫല്ല, അത് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള 7 റൗണ്ട് പൂർത്തിയാക്കിയാൽ തവാഫ് കഴിഞ്ഞു. തവാഫിന് ശേഷം 2 റക്അത്ത് മഖാം ഇബ്രാഹിമിന്റെ പരിസരത്തോ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചോ ഹറമിൽ വെച്ച് നിസ്കരിക്കാം. തവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു. 1-ാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത്രയും വളരെ എളുപ്പമുള്ള മാർഗമാണ് തവാഫ്. വളരെ എളുപ്പമാണ്. 3-4 മിനിറ്റ് കൊണ്ട് തീരെ തിരക്കില്ലാത്ത സമയത്ത് തവാഫ് ചെയ്യാം. അങ്ങനെയുള്ള ഭാഗ്യം അല്ലാഹു തആല ഈ വിനീതന് ചെയ്തിട്ടുണ്ട്.
വളരെ തിരക്കില്ലാത്ത ഒറ്റക്കുള്ള സൗകര്യങ്ങൾ. അതുപോലെ 2 മണിക്കൂറൊക്കെ ഒരു തവാഫിന് സമയമെടുക്കും. ഹജ്ജിന്റെ സീസണിൽ അതുപോലെ റമദാനിലെ തിരക്കിലൊക്കെ വമ്പിച്ച സമയമെടുക്കും. ആരോഗ്യമുള്ളവർ അതിനനുസരിച്ച് ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. കഅബ ഷരീഫിന്റെ മുറ്റത്ത് തിരക്ക് കൂടി ആരെയും ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ പാടില്ല. അതൊക്കെ ഹറാമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തവാഫിന്റെ ഉംറയുടെ ഫർളായ തവാഫ് ഞാൻ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നമുക്ക് കഅബ ഷരീഫിന്റെ അടുത്ത് ഹജറുൽ അസ്വദിന്റെ തൊട്ടടുത്തേക്ക് പോയി ഹജറുൽ അസ്വദ് ചുംബിച്ച് മുഖമെടുത്തതിന് ശേഷം തവാഫ് ആരംഭിക്കലാണ് ഏറ്റവും അഫ്ളലായ രീതി. പക്ഷെ ഈ ജന്മത്തിൽ നമുക്കത് സാധിച്ചു കൊള്ളണമെന്നില്ല. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ നല്ലത് മറ്റേതെങ്കിലും ഒഴിവുള്ള സമയം, തഹജ്ജുദിന്റെ സമയത്തോ അല്ലെങ്കിൽ 12 മണി ഉച്ചക്കോ ഒക്കെ ഒരുങ്ങി വരിക, എന്നിട്ട് ആരെയും ബുദ്ധിമുട്ടാക്കാതെ ഹജറുൽ അസ്വദ് ചുംബിക്കുക. ഹജറുൽ അസ്വദ് ചുംബിച്ചവർക്ക് ഹജറുൽ അസ്വദ് ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ കടത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഹബീബായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിന്റെ കൂടെ കഅബ ഷരീഫിലേക്ക് ഹജ്ജിന് വന്ന സന്ദർഭം, ഉംറക്ക് വന്ന സന്ദർഭം ഹദീസിൽ കാണാം. ഒരിക്കൽ തിരുനബി കഅബ ഷരീഫിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. എല്ലാ സഹാബത്തും കൂടെയുണ്ട്. ഹജറുൽ അസ്വദ് എന്ന ഷരീഫായ പുണ്യമായ ആ കല്ലിന്മേലേക്ക് ഹബീബിന്റെ വിശുദ്ധമായ മുഖം അങ്ങോട്ട് അമർത്തി വെച്ച രംഗം ഈ പ്രപഞ്ചത്തിലെ അചേതന വസ്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹജറുൽ അസ്വദിന്മേലേക്ക് അഷ്റഫുൽ ഖൽഖായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അഷ്റഫായ അവയവം ആ മുഖവും ഹജറുൽ അസ്വദും അതാ ചുംബനത്തിലാണ്, കൂടി ചേർന്നിരിക്കുകയാണ്. സഹാബത്ത് ചുറ്റും കാത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണീർ കണങ്ങൾ ഒഴുക്കുന്നു, കരയുന്നു. കുറെ നേരം ചുംബിച്ചതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ തല ഉയർത്തിയപ്പോൾ സഹാബത്ത് ആ മുഖത്തേക്ക് നോക്കുന്നു. വഅൈനാഹു തദ്രിഫാൻ, റസൂലുള്ളാഹി തങ്ങളുടെ ഇരു നേത്രങ്ങളിൽ നിന്നും ബാഷ്പകണങ്ങൾ ധാരധാരയായി ഒഴുകുകയാണ്. അവിടെ വെച്ചാണ് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, യാ ഉമറു ഹാ തുസ്കബുൽ അബറാത്ത്, ഉമറേ കണ്ണീരുള്ളവരുടെ കണ്ണീർ വർഷിക്കേണ്ടത് ഇവിടെയാണ് ഉമറേ. കണ്ണീരൊലിക്കാതിരിക്കുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബ ഷരീഫ്, സ്വർഗത്തിൽ നിന്നും അള്ളാഹു മുഅ്മിനീങ്ങളുടെ റഹ്മത്തിനായി കൊണ്ടുവന്ന ഹജറുൽ അസ്വദ്, ഇത് ചുംബിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യം, എന്തൊരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമ്മളെ അതിലേക്ക് കൂട്ടിത്തരട്ടെ. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഇതിന് കഴിയില്ലെങ്കിൽ കൈകൊണ്ട് ഹജറുൽ അസ്വദ് തൊട്ട് ചുംബിക്കണം. അതിനും കഴിയില്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പ്രതീകാത്മകമായി കൈ ചുംബിക്കണം. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാക്കളോടുള്ള ബന്ധത്തിലും മുസ്ലിമീങ്ങൾ ഇങ്ങനെ നിർവഹിച്ചു വരുന്നത്. മഹാത്മാക്കൾ, അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യവാളന്മാർ, അവരെ നേരിട്ട് കാണാത്തവരും കിട്ടാത്തവരും പ്രതീകാത്മകമായി അവരോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കും. അത് സ്വാഭാവികമാണ്. സ്നേഹത്തിന്റെ പ്രകടനം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ഇങ്ങനെയാണല്ലോ. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കഴിയുന്നവർ ചുംബിക്കുക, കൈകൊണ്ട് തൊടാൻ കഴിയുന്നവർ കൈകൊണ്ട് തൊട്ട് കൈ ചുംബിക്കുക, അതിനും കഴിയാത്തവർ ദൂരെ നിന്ന് കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് കൈ ചുംബിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് തന്നെ ചുംബിച്ചിട്ടുണ്ടല്ലോ. അതിന് കഴിയില്ലെങ്കിൽ കൈ ആംഗ്യം കാണിക്കുക. നമുക്ക് ഈ കാലത്ത് ഏറ്റവും നല്ലത് ഹജറുൽ അസ്വദിന്റെ നേരെ ആ മൂലയുടെ അടയാളം മനസ്സിലാക്കി തരാൻ വേണ്ടി ബ്രൗൺ നിറത്തിലുള്ള മാർബിളിന്റെ ഒരു ലൈന് കാണാം. പ്രായോഗിക രീതി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂട്ടത്തിൽ കാണുവാൻ സാധിക്കും. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഏതായാലും അതിന്റെ മര്യാദകൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കുക. ഹജറുൽ അസ്വദിന്റെ ബ്രൗൺ മാർബിളിന്റെ കുറച്ച് ഇടത് ഭാഗത്തേക്ക് ഒരു 10 മീറ്റർ ഇടത് അഡ്വാൻസ് ആയി നിൽക്കുക. കൈ ഉയർത്തി തവാഫ് ചെയ്യാൻ കരുതുന്നു, തവാഫ് ചെയ്യുന്നു. അല്ലാഹു തആലക്ക് വേണ്ടി ഉംറയുടെ തവാഫ് ഞാൻ ചെയ്യാൻ കരുതി. നവൈതു തവാഫൽ ഉംറതി ലില്ലാഹി തആല ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഉടനെ തന്നെ ഇടത് ഭാഗം കഅബ ഷരീഫിന്റെ ഭാഗത്തേക്കാവുക. ഇത് ശ്രദ്ധിക്കണം. തവാഫിന്റെ വാജിബാത്തുകളിൽ പ്രധാനമാണ്. 2 നഗ്നത മറക്കുക, ഔറത്ത് മറക്കണം. അഥവാ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീയുടെ മുടിയോ അല്ലെങ്കിൽ കൈയുടെ മുട്ടിന്റെ ഭാഗങ്ങളോ മറ്റോ വെളിപ്പെട്ടു പോയാൽ ആ തവാഫ് സഹീഹല്ല. അതുപോലെ സോക്സ് ധരിക്കാതെ ഒരു സ്ത്രീ തവാഫ് ചെയ്താൽ ഷാഫി മദ്ഹബ് പ്രകാരം അതൊരിക്കലും സഹീഹല്ല. അതിന് വേറെ ഒരു വകുപ്പ് അന്വേഷിക്കേണ്ടതില്ല. സ്ത്രീകൾ വളരെ കരുതണം. നമ്മുടെ ശരീരഭാഗത്തെ സ്ത്രീകൾ പ്രത്യേകിച്ച് മുഖവും മുഖയും അല്ലാത്ത മുഴുവൻ ഭാഗം മറച്ചിരിക്കണം. പുരുഷന്മാര് പൊക്കിളിന്റെ ഭാഗം കണ്ടു പാടില്ല, തവാഫ് സഹീഹാവുകയില്ല. അപ്പൊ ഔറത്ത് മറക്കുക. 3 ശുദ്ധി പാലിക്കണം, അഥവാ വുളു ഉണ്ടായിരിക്കണം.
തവാഫിന് ഇടയ്ക്ക് വുളു നഷ്ടപ്പെട്ടു പോയാൽ ഉടനെ തവാഫ് ക്ലോസ് ചെയ്യുക. മനസ്സുകൊണ്ട് തവാഫ് നിർത്തി വേഗം അവിടെ നിന്ന് പുറത്തുപോയി വുളു ചെയ്തു തുടങ്ങണം. വുളു ചെയ്തു വന്നാൽ എപ്പോഴാണോ നമ്മൾ തവാഫ് സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്താൽ മതി. ഏറ്റവും സൂക്ഷ്മത മൂന്നാം റൗണ്ടിൽ പകുതി ആയപ്പോഴാണ്, അഥവാ 3.5 റൗണ്ട് ആയപ്പോഴാണ് വുളു നഷ്ടപ്പെട്ടത്. എന്നാൽ നല്ലത് വേഗം വുളു എടുത്തു വന്ന് 3.5 എന്ന അര ഒഴിവാക്കുക, 3 അംഗീകരിച്ച് ബാക്കി 4 ചുറ്റും കൂടി പൂർത്തിയാക്കുക. വുളു ചെയ്യുന്നതിന്റെ ഗ്യാപ്പ്, അതിന്റെ ഒഴിവ് ഇടവേള വരുന്നതിന് വിരോധമൊന്നുമില്ല. അപ്പോൾ വുളു നഷ്ടപ്പെടാതിരിക്കണം, ഔറത്ത് മറച്ചിരിക്കണം, നിയ്യത്ത് ചെയ്തിരിക്കണം. 4-മത്തേത് തവാഫ് ഹജറുൽ അസ്വദ് മുതൽ ആരംഭിക്കണം. ഇത് ശ്രദ്ധേയമാണ്. ഷാമിയ ഭാഗത്തൊക്കെ താമസിക്കുന്നവർ, അഥവാ കഅബ ഷരീഫിന്റെ വേറെ ദിശയാണത്. അവിടെ നിന്ന് നേരെ റൂമിൽ നിന്ന് കഅബത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഹജറുൽ അസ്വദിന്റെ തെക്ക് കിഴക്ക് മൂലക്ക് പകരം ഓപ്പോസിറ്റ് സൈഡിലാണ് എത്തിയത്. അവിടുന്ന് തവാഫ് ആരംഭിച്ചാലോ അത് പരിഗണനീയമല്ല. അത്രയും ദൂരം നടക്കുന്നത് ഹജറുൽ അസ്വദിന്റെ നേരെ എത്തുന്നത് വരെ റോങ്, അഥവാ തവാഫായി പരിഗണിക്കുകയില്ല എന്നർത്ഥം. അപ്പൊ ഹജറുൽ അസ്വദ് മുതൽ ആരംഭിക്കണം, അവിടെ നിന്നുള്ളതേ പരിഗണിക്കുകയുള്ളൂ. 5-മത്തെ നിബന്ധന കഅബയെ 7 ചെയ്യാക്കണം. മനഃപൂർവ്വം 6 ചെയ്തു പോരാ, 3 ചെയ്തു പോരാ. ചില ആളുകളൊക്കെ, വയസ്സന്മാരൊക്കെ, ഞാൻ 3 ചുറ്റി ഉസ്താദെ, കുഴങ്ങി ക്ഷീണിച്ചു, ഞാൻ നിർത്തി പോന്നതാണ് എന്ന് പറഞ്ഞ് റൂമിൽ കിടന്നുറങ്ങും. വന്നിട്ട് അത് ശരിയല്ല. അതെന്തുപോലെയാണ്? ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി റുക്കൂയിലേക്ക് ചെന്ന് എഴുത്തിദാലിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇനി മതി, ക്ഷീണമാണ് എന്ന് പറഞ്ഞ് റുക്കൂയിൽ ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് പോലെയാണ്. അഥവാ തവാഫ് 7 ചുറ്റു പൂർത്തിയാകുമ്പോഴേ പരിപൂർണമാവുകയുള്ളൂ, അത് സ്വീകാര്യമാവുകയുള്ളൂ. അതുപോലെ 6 കഅബയെ ഇടതുവശത്താക്കി ചുറ്റണം. ഇത് വളരെ ശ്രദ്ധേയമാണ്. 2 പോയിന്റ്. 1 കഅബം ഇടതു ഭാഗത്തായിരിക്കണം, 2 കഅബയുടെ പുറത്തുകൂടി ആയിരിക്കണം. ഒരാൾ കഅബക്കുള്ളിൽ കയറി തവാഫ് ചെയ്താൽ പറ്റില്ല, കഅബയുടെ ചുമരിന്റെ മുകളിൽ കയറിയാൽ പറ്റില്ല, ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്താൽ പറ്റില്ല. അതുകൊണ്ട് പഠിക്കേണ്ട 2 കാര്യമാണ്. 1, കില്ല പിടിച്ചുകൊണ്ട് ചില ആളുകൾ തവാഫ് ചെയ്യും, ബാത്തുലാണ്. എന്തുകൊണ്ട്? കില്ല, കഅബയുടെ പുതച്ച ആ കറുത്ത കില്ല നമ്മൾ സ്പർശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കഅബയുടെ ബേസ്, അതിന്റെ ഫൗണ്ടേഷൻ, ഷാദിർവാൻ എന്ന് പറയുന്ന തറ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്, നല്ലപോലെ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പൊ കൈകൊണ്ട് കഅബയുടെ കില്ല നമ്മൾ സ്പർശിച്ചാൽ ഫൗണ്ടേഷന്റെ മുകളിലാണ് നമ്മുടെ കൈ വരുന്നത്. കഅബയുടെ പുറത്തുകൂടി തവാഫ് ചെയ്യണമെന്ന നിയമം അപ്പോൾ ലംഘിക്കപ്പെടും. അപ്പൊ തവാഫ് സഹിഹല്ല. ആയിരക്കണക്കിന് ആളുകൾ തവാഫ് ചെയ്യുന്നതിനിടക്ക് ഹജറുൽ അസ്വദോ അല്ലെങ്കിൽ കില്ലയോ പുതച്ചും തൊട്ടും തടവിയും പോകുന്നത് കാണാം. സഹീഹല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ ഇടത് ഭാഗത്തായിരിക്കണം കഅബ ഷരീഫ്. നെഞ്ച് കഅബ ഷരീഫിന്റെ ഭാഗത്തേക്ക് വന്ന് ഒരല്പമെങ്കിലും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇതിന് ഏറ്റവും സൂക്ഷ്മമായ മാർഗം എന്താണ്? തവാഫ് ആരംഭിക്കുന്നത് തന്നെ ഹജറുൽ അസ്വദിന്റെ അടയാള ബ്രൗൺ മാർബിളിന്റെ 10 മീറ്റർ അഡ്വാൻസ് ആയി നിന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് നിയ്യത്ത് ഒക്കെ ചെയ്ത് ദിക്റും ചൊല്ലി നേരെ കഅബ ഷരീഫിനെ ഇടത് ഭാഗത്താക്കി അങ്ങ് തിരിയുക, നടത്തം ആരംഭിക്കുക എന്നല്ലാതെ ആ ബ്രൗൺ മാർബിളിന്റെ നേരെ കുറെ നേരം നിൽക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഓരോ റൗണ്ട് അവിടെ എത്തുമ്പോഴും ചില ആളുകൾ കഅബയുടെ ഭാഗത്തേക്ക് തന്നെ നെഞ്ച് തിരിച്ച് കൈ ഉയർത്തും. അങ്ങനെ ഉള്ളത് തെറ്റല്ല. എന്തുകൊണ്ട്? ആ പോയിന്റിൽ നിന്ന് തന്നെ കഅബയെ ഇടത് ഭാഗത്താക്കി തിരിയാൻ നമുക്ക് സാധിക്കണം. അത് പലപ്പോഴും സാധിക്കൂല. ക്ലാസ് എടുക്കുമ്പോ നല്ല സൗകര്യമാണ്, നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയാണ്. ഇതുപോലെ അവിടെ സാധിക്കൂല. ചില ആളുകൾ പറയും അത് കുറച്ചുകൂടി പുറകോട്ട് നിന്നാ പോലെ റിവേഴ്സ് ഗിയർ അവിടെ വീഴൂല. എന്തുകൊണ്ട്? പിന്നിൽ വമ്പിച്ച തിരക്ക് വരികയല്ലേ. ആഫ്രിക്കയിൽ നിന്ന് വരുന്നവർ, യൂറോപ്പിൽ നിന്ന് വരുന്നവര് എല്ലാവരും ഇല്ലേ സുഹൃത്തുക്കളെ. അപ്പൊ നല്ലത് ഹജറുൽ അസ്വദിന്റെ നേരെ വരുന്ന സന്ദർഭത്തിൽ കൈ കഅബയിലേക്ക് തിരിച്ച് നെഞ്ച് കഅബയിലേക്ക് തിരിക്കുന്ന ആ സിസ്റ്റം വേണ്ടെന്ന് വെക്കലാണ് കൂടുതൽ സൂക്ഷ്മത. സുന്നത്താണ്, സൗകര്യമുള്ള സന്ദർഭത്തിലൊക്കെ അത് പറ്റും. നമുക്ക് നല്ലത് 2ാം റൗണ്ടിലും 3ാം റൗണ്ടിലും ഒക്കെ ഹജറുൽ അസ്വദിന്റെ നേരെ എത്തുന്ന സന്ദർഭത്തിൽ വലത് കൈ കൊണ്ട്, വേണമെങ്കിൽ ഇടത് കൈ ഇങ്ങനെ വെക്കാം, കഅബ ഷരീഫിന്റെ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് തിരിച്ച് ചുംബിക്കാം, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹജറുൽ അസ്വദ്, ഇനി ഹജറുൽ അസ്വദ് ഒക്കെ കഴിഞ്ഞ് മുൽത്തസമും കഴിഞ്ഞ് മഖാം ഇബ്രാഹിമും കഴിഞ്ഞ് ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയപ്പോ ഇരിക്കണം എന്ന് തോന്നി എന്ന് വിചാരിക്കുക. ഒരല്പസമയം ഇരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. കഅബ ഷരീഫിലേക്ക് മുഖം വെച്ച് ഇരുന്നാലും തെറ്റൊന്നുമല്ല. പക്ഷെ എഴുന്നേറ്റ് അത്രയും സ്ഥലം ഇടതുഭാഗത്താണ് കഅബ ഷരീഫ് എന്ന് ഉറപ്പുവരുത്തി നടത്തം തുടരണം. എന്തായാലും
7 ചുറ്റിനിടയിൽ ഇരിക്കാതിരിക്കലാണ് നല്ലത്, വിശ്രമിക്കാതിരിക്കലാണ് നല്ലത്. വളരെ പതുക്കെ സാവകാശം ദിക്റ് ചൊല്ലി നടക്കാം. കഅബ ഷരീഫിലേക്ക് മുഖം കൊണ്ട് നോക്കുന്നതിന് വിരോധമില്ല. കഅബം ഇടതുഭാഗത്താകണം, നെഞ്ചിന്റെ ഭാഗം കഅബയിലേക്ക് തിരിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുഖം കഅബ ശ്രദ്ധിക്കുന്നതിന് കുഴപ്പമില്ല. ഏറ്റവും നല്ലത് കഅബയിലേക്കും നോക്കാതെ ജനങ്ങളെയും നോക്കാതെ മറ്റൊരു വഴിക്കും തിരിയാതെ മനസ്സ് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഭാഗത്തേക്ക് തന്നെ നോക്കി വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏറ്റവും നല്ല രീതിയിൽ അങ്ങ് പോവുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, എന്തൊരു സ്ഥലമാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിയമങ്ങളും മര്യാദകളും പരിപാലിച്ച് വളരെ മര്യാദയോടുകൂടി ചുറ്റുകയാണ്. ഈ 7 ചുറ്റങ്ങ് പൂർത്തിയാക്കിയാൽ തവാഫ് കഴിഞ്ഞു. അതോടുകൂടി സ്വർഗം ലഭിച്ച ഒരു പ്രതീതി നമുക്കുണ്ടാകണം. ഇതുവരെ നിർവഹിച്ചതും ഇനി നിർവഹിക്കാനുള്ളതും അല്ലാഹു തആല നമുക്ക് നല്ലതായി കബൂൽ ചെയ്തു തരട്ടെ. കഅബ ഷരീഫിന്റെ മുറ്റത്തെത്തി എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത്? അല്ലാഹു ഔദാര്യവാനാണ്, കരുണാവാരിധിയാണ്, ദയാലുവാണ്. അവന്റെ വാത്സല്യം എത്ര വലുതാണ്. ഒരടിമ ഇത്രയും ദൂരദിക്കിൽ നിന്ന് കഷ്ടപ്പെട്ട് വിഷമിച്ച് പണം മുടക്കി അവിടെ ചെന്ന് തവാഫ് ചെയ്തിട്ട് പടച്ചവനോട് സമർപ്പണ ബോധത്തോടെ പറയാൻ കഴിഞ്ഞു, അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. ദുനിയാവ് ലഭിക്കും ഇൻഷാ അല്ലാഹ്, ആഖിറം ലഭിക്കും. നമ്മുടെ സന്താനങ്ങളുടെ കാര്യം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യം ഒക്കെ അവിടെ വെച്ച് പറയാം. നേടുമെന്നത് തീർച്ചയാണ്, അനുഭവമാണ്. അല്ലാഹു തആല അത് ആഖിറത്തിലും നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിലല്ലേ ഒരിക്കൽ വിവരം കുറഞ്ഞ ഒരാൾ, അഥവാ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പഠിക്കാതെ എവിടെ നിന്നോ നബിത്തങ്ങളെ കുറിച്ച് കേട്ടതനുസരിച്ച് ഇസ്ലാം സ്വീകരിച്ചു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അദ്ദേഹം കഅബ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ മറ്റൊരു ദിക്റും അറിയാത്തത് കൊണ്ട് യാ കരീം, യാ കരീം, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു വിശുദ്ധ പേരാണല്ലോ കരീമുൻ, ഔദാര്യവാൻ, ദയാവത്സലൻ. ഇത് മാത്രമേ അദ്ദേഹത്തിന് അറിയുകയുള്ളൂ. അദ്ദേഹം അത് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു, യാ കരീം, യാ കരീം. ഇത് യാദൃശ്ചികമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ ആ അറാബിയായ സഹോദരന്റെ പിന്നിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ, യാ കരീം, ആമീൻ, ആ സഹോദരന്റെ ദുആഇന് പിന്തുണ പ്രഖ്യാപിച്ച സംഭവം ഹദീസിൽ കാണാം. ആണ് പ്രധാനം. സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾക്ക് കാണാതെ അറിയുന്ന ദുആഇകൾ മലയാളത്തിൽ പറഞ്ഞോളൂ, ഒരു വിരോധവുമില്ല. പടച്ചവനെ, എന്റെ കാര്യങ്ങൾ നിനക്കറിയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില ദിക്റുകളുണ്ട്, അത് വേഗം കണക്ഷൻ കിട്ടാൻ നല്ലതാണ്. അതിലും വലുതൊന്നും നമുക്ക് ചൊല്ലാനില്ല സുഹൃത്തുക്കളെ. അത് കിതാബുകളിൽ നിന്ന് നമ്മൾ കാണാതെ പഠിക്കാൻ ശ്രമിച്ചാൽ എത്രയും നല്ലതാണ്. തവാഫ് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, പിന്നീട് അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നതി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചൊല്ലൽ സുന്നത്താണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അതുപോലെ മുൽത്തസമിന് നേരെ കഅബ ഷരീഫിന്റെ ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടക്കുള്ള പോയിന്റ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒന്നാമത്തെ സ്ഥാനമാണ്. അവിടെ വെച്ച് അല്ലാഹുമ്മ ഇന്നി അസ്അലുക സവാബശ് ശാകിരീൻ, അല്ലാഹുവേ, നന്ദി ബോധമുള്ളവരുടെ പ്രതിഫലം എനിക്ക് നീ തരണമേ. വനുസുലൽ മുഖറബീൻ, സമീപസ്ഥരായ മഹാത്മാക്കൾക്ക് നൽകുന്ന സൽക്കാരം നീ എനിക്ക് നൽകണമേ. വമുറാഫഖത്തൻ നബിയ്യീൻ വയഖീനസ് സാദിഖീൻ വദില്ലത്തൽ മുത്തഖീൻ വഇഖ്ബാത്തൽ മൂഖിനീൻ ഹത്താ തതവഫാനി അലാ ദാലിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, വിശുദ്ധാത്മാക്കളായ അംബിയാ മുർസലുകളുടെ സൗഹൃദത്തിലേക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സത്യസന്ധന്മാരായ ആളുകളുടെ ദൃഢവിശ്വാസം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഭക്തന്മാരായ മുത്തഖീങ്ങളുടെ വിനയം എനിക്ക് നീ നൽകണമേ. മുഅ്മിനീങ്ങളായ ദൃഢവിശ്വാസികളുടെ മടക്കം, പശ്ചാത്താപം എനിക്ക് നീ നൽകണമേ. ഈ അവസ്ഥയിൽ നീ എന്നെ മരിപ്പിക്കണമേ. കരുണാവാരിധികളിൽ കരുണാമയനായ റബ്ബേ, മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യൂ. പിന്നെയും നീണ്ടു ഉയർന്ന് നടത്തം പുരോഗമിച്ച് കഅബ ഷരീഫിന്റെ വാതിലിന് നേരെ കഴിഞ്ഞു. അവിടെ എത്തുന്ന സന്ദർഭത്തിൽ അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക വൽ അംന അംനുക വഹാദാ മഖാമുൽ ആഇദി ബിക മിനന്നാർ. നരകത്തിൽ നിന്ന് കാത്തരുളാൻ നിന്നോട് ചോദിക്കാനുള്ളവർക്കുള്ള സ്ഥലമാണ് റബ്ബേ ഇത്.
നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ്ശക്കി വശ്ശിർക്കി വന്നിഫാഖി വശ്ശിഖാഖി വസൂഇൽ അഖ്ലാഖി വസൂഇൽ മൻളരി ഫിൽ അഹ്ലി വൽ മാലി വൽ വലദ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്ത ഹദീസുകളിൽ പെട്ടതാണ്. അതുപോലെ അല്ലാഹുമ്മ അദില്ലനി ഫീ ദില്ലിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക വസ്ഖിനി ബികഅസ് നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശർബതൻ ഹനീഅതൻ ലാ അൽമഉ ബഅദഹാ അബദാ യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫയുടെ തിരുകരങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്നെ ദാഹിക്കാൻ ഇടവരാത്ത സംശുദ്ധ പാനീയമായ ഹൗദുൽ കൗസർ നീ എന്നെ കുടിപ്പിക്കണമേ പടച്ചവനെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റാഹത ഇൻദൽ മൗത്ത് വൽ അഫ്വ ഇൻദൽ ഹിസാബ്. മരണ നേരത്ത് നീ എനിക്ക് ശാന്തി തരയണമേ, ഹിസാബിന്റെ നേരത്ത് നീ വിട്ടുവീഴ്ച നൽകണമേ. ഇതുപോലുള്ള ദുആകൾ ഹജ്ജിന്റെ സന്ദർഭത്തിലാണ് തവാഫ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹുമ്മ ജഅൽഹു ഹജ്ജൻ മബ്റൂറാ വദംബൻ മഗ്ഫൂറാ വസഅയൻ മഷ്കൂറാ വഅമലൻ മഖ്ബൂലാ വതിജാറത്തൻ ലൻ തബൂർ യാ അസീസ് യാ ഗഫൂർ എന്ന് തുടങ്ങുന്ന ദിക്റുകൾ ചൊല്ലി നമുക്ക് തവാഫുകൾ ആരംഭിക്കാം, തവാഫുകൾ പൂർത്തിയാക്കാം, തവാഫുകൾ നിർവഹിക്കാം. പ്രിയപ്പെട്ടവരെ, ആ 7 ചുറ്റോടുകൂടി യാസീനോദാം, ഫാത്തിഹ സൂറത്തോദാം, റസൂലുള്ളാഹിയുടെ പേര് സ്വലാത്ത് ചൊല്ലാം, ഇഷ്ടാനുസരണമുള്ള ദിക്റുകൾ ചൊല്ലാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ജഗന്നിയന്താവായ ഞങ്ങളുടെ റബ്ബേ, പടച്ചവനെ, ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ, ദുനിയാവുമായി ബന്ധപ്പെട്ട സർവമാന വിഷയങ്ങളിലും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ എന്നാണ് അവിടെ പറയുന്നത്. ഓരോരുത്തരും മനസ്സറിഞ്ഞ് ഒറ്റക്കൊറ്റക്കാണ് ദിക്ർ ചൊല്ലുന്നതെങ്കിലും അവിടം തവാഫ് ചെയ്യുന്ന സർവ്വ മുഅ്മിനീങ്ങളും, ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതൽ ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ അവിടം വന്നിട്ടുണ്ടല്ലോ. അവരെ എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ എന്ന ബഹുവചനത്തിന്റെ പ്രാർത്ഥന ഒരു തരം അമ്പിയ ഔലിയാക്കളെയും കൂടി നമ്മുടെ ആ ദുആകളിലേക്ക് ആവാഹിച്ചെടുക്കാനുള്ള ഒരു തരം സ്വഭാവമാണ്. പടച്ചവനെ, ഞങ്ങളുടെ റബ്ബേ, ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ, ഞങ്ങൾക്ക് നീ സർവമാന വിഷയങ്ങളിലും ദുനിയാവിൽ നീ നന്മ നൽകണമേ. ഭാര്യമാരുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, സ്വത്തിന്റെ വിഷയത്തിൽ, ജോലിയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. വഫിൽ ആഖിറതി ഹസനതൻ, ആഖിറവുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ. വഖിനാ അദാബന്നാർ, വിശിഷ്യ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണമേ. പടച്ചവൻ നമുക്ക് ഈ പരിശുദ്ധമായ അമലിന്റെ ബറക്കത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ തവാഫിന്റെ വേളകളിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഈ ക്ലാസ് എടുക്കുന്ന വിനീതന് വേണ്ടി, ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വസിയ്യത്ത് ചെയ്യാൻ വേണ്ടി സമയം ഉപയോഗപ്പെടുത്തുകയാണ്. 10,000-കണക്കിന് ആളുകൾക്ക് കഅബ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് ദിക്ർ ചൊല്ലാനും ക്ലാസ് എടുക്കാനുമുള്ള സന്ദർഭങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് മഹ്ശറിൽ അല്ലാഹുവിന്റെ സ്വർഗം പ്രാപിക്കാനുള്ള സബബായി പടച്ചവൻ നമുക്ക് സ്വീകരിക്കട്ടെ. അങ്ങനെ തവാഫ് കഴിഞ്ഞു. വളരെ റാഹത്തായി 7ാമത്തെ ചുറ്റ്, 6ഓ 7ഓ നടന്നത് എന്ന് സംശയമുണ്ടായാൽ ഒന്നുകൂടി വർദ്ധിപ്പിക്കുക. 7 പൂർത്തിയായി എന്ന് ഉറപ്പുണ്ടായാൽ 8ാമത്തെ ചുറ്റ് ചുറ്റാൻ പാടില്ല. ശരി, 7ാമത്തെ ചുറ്റ് കഴിയുന്നതോടെ മഖാം ഇബ്രാഹിമിന്റെ ഭാഗത്തുകൂടെ പോയി മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ചില ആളുകൾ എന്തൊരു അബദ്ധമാണ് ചെയ്യുക. തവാഫ് ചെയ്യുന്നവരുടെ തിരക്കാണ് മഖാം ഇബ്രാഹിമിന്റെ ചുറ്റുഭാഗത്തും. അവിടെ സുന്നത്ത് നിസ്കരിക്കൽ വാശി വേണ്ട, എത്രയും പുറത്തേക്ക് പോകാം. മസ്ജിദുൽ ഹറാമിൽ ദൂരെ ചെന്ന് നിസ്കരിച്ചാലും ആ സുന്നത്തിന്റെ കൂലി കിട്ടും. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ, എന്റെ പ്രിയങ്കരനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖാമിന്റെ ചുറ്റും നിന്ന് നിങ്ങൾ നിസ്കരിക്കുകയും എന്ന് ഖുർആനിൽ അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ തവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നെന്ന് സ്വസ്ഥമായി കൈകെട്ടി 2 റക്അത്ത്, ആദ്യ റക്അത്തിൽ 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഫാത്തിഹയ്ക്ക് ശേഷം ഈ നിസ്കാരം സുജൂദിൽ കിടന്ന് പൊട്ടിക്കറിഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ എല്ലാ ദുആവും കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോടുകൂടി തവാഫ് കഴിഞ്ഞു. ഇനി നമുക്ക് സൗകര്യം പോലെ സഅയിന് സഫയിലേക്ക് പോകാം.